ഹായ് ഫ്രണ്ട്സ്, ഇന്നലെയും ഇന്നുമായിട്ട് ഏറ്റവും കൂടുതൽ PSC ഉദ്യോഗാർത്ഥികൾ ഷെയർ ചെയ്യുന്നതും ചർച്ച ചെയ്യപ്പെടുന്നതുമായ വിഷയമാണ് ഇത്. ധവളപത്രത്തിൽ പെൻഷൻ പ്രായം ഉയർത്താനുള്ള ശുപാർശ എന്ന തലക്കെട്ടുകൾ വ്യത്യസ്ത ന്യൂസ് ചാനലുകളിൽ നമ്മൾ ഈ തലക്കെട്ടുകൾ ഇഷ്ടം പോലെ നമ്മൾ കണ്ടു, നമുക്ക് മടുത്തു എന്ന് തന്നെ പറയാം. ആദ്യമേ പറയട്ടെ, PSC ഉദ്യോഗാർത്ഥികൾക്ക് എതിരെയുള്ള ഏതൊരു സർക്കാർ നയത്തിനെതിരെയും ഞാൻ ഇതിനു മുമ്പും സംസാരിച്ചിട്ടുണ്ട്, ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്കും സംസാരിക്കും. അവിടെ ഉദ്യോഗാർത്ഥികൾക്കെതിരെയുള്ള നയമാണെങ്കിൽ അവിടെ ഏത് ഭരണമായാലും അത് ചോദിക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ് എൻ്റെ നിലപാട്. അത് UDF ആയിക്കോട്ടെ, LDF ആയിക്കോട്ടെ, ഉദ്യോഗാർത്ഥികൾക്കെതിരെയാണോ, ഈ സമൂഹത്തിലെ യുവത്വത്തിനെതിരെയാണോ, അവർക്ക് രാവും പകലും കുത്തിയിരുന്ന് പഠിച്ച് റാങ്ക് ലിസ്റ്റിലും വന്നിട്ട് കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുമ്പോൾ അവരുടെ കണ്ണിലേക്ക് വീണ്ടും ഇരുട്ടടിയായിട്ട് ഇതുപോലുള്ള നയങ്ങളുമായിട്ട് വരുമ്പോൾ അവർക്കും അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കണ്ടേ? അതിനു വേണ്ടി മാത്രമാണ് എന്ത് ചെയ്യുന്നത്, അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുൻപും ഇവിടുന്ന് അങ്ങോട്ടേക്കും ഉദ്യോഗാർത്ഥികളോടൊപ്പം കട്ട സപ്പോർട്ടുമായി തന്നെ ഞാനുണ്ടാവും. ഈ പെൻഷൻ പ്രായം ഉയർത്തുക എന്ന് പറയുന്നത് 3 മാസം മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തപ്പോൾ ഞാനതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 36 വയസ്സിൽ നിന്ന് PSC പരീക്ഷ അപേക്ഷിക്കാനുള്ള പ്രായം 40 എന്ന് പറഞ്ഞപ്പോൾ ഇതിൻ്റെ ഗുണം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ പെൻഷൻ പ്രായം ഉയർത്തി എന്നൊരു വാർത്ത വരാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് ഞാൻ അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അത് വന്നു കഴിഞ്ഞാൽ പിന്നെ നിലവിലുള്ള LDC റാങ്ക് ലിസ്റ്റുകാർക്കോ LPUP റാങ്ക് ലിസ്റ്റുകാർക്കോ ബാക്കിയുള്ള ഏത് PSC റാങ്ക് ലിസ്റ്റുകാർക്കും ഒരു റിട്ടയർമെൻറ്റ് വേക്കൻസി പോലും കിട്ടില്ല. ഇനിയോ ഇത് PSC ഉദ്യോഗാർത്ഥികൾ മാത്രമല്ല, ഈ തൊട്ട് മുകളിലിരിക്കുന്ന ജീവനക്കാരൻ റിട്ടയർ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടേണ്ട പ്രമോഷൻ കാത്തിരിക്കുന്ന കീഴ് ജീവനക്കാരുണ്ട്, അവർക്കും ഇത് വീണ്ടും നീട്ടുമ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യും, പ്രമോഷൻസ് എല്ലാം തടസ്സപ്പെടും. അപ്പോൾ ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമല്ല, ഇത് ജീവനക്കാരെ കൂടി ബാധിക്കുന്നത് തന്നെയാണ്. ഇനി ചിലപ്പോൾ പെൻഷൻ പ്രായം 57, 58, 59, 60 ചിലപ്പോൾ ഒറ്റയടിക്ക് എന്ത് ചെയ്യും. ഇപ്പോൾ ചിലതിലൊക്കെ കണ്ടു കേന്ദ്ര സർക്കാരിൻ്റെ ഇതിന് സമാനമാക്കും, അല്ലെങ്കിൽ 2013 ശേഷം കയറിയവരുടെ 60 എന്നുള്ളതിൽ ഏകീകരിപ്പിക്കും എന്നൊക്കെ കണ്ടു. ഇങ്ങനെ ചെയ്യുമ്പോൾ വേറൊരു ഭവിഷ്യത്തും കൂടെ അതിൽ വരുന്നുണ്ട്. കാരണം 50 to 56 വയസ്സ് വരെയുള്ള ഏജ് കാറ്റഗറിയിൽ മരണപ്പെടുന്നതിനേക്കാൾ തോത് കൂടുതലാണ് 56നും 60നും ഇടക്ക് മരണപ്പെടുന്നവർ. അങ്ങനെ ആവുമ്പോൾ സർവീസിലിരുന്ന് തന്നെ മരിക്കാനുള്ള അവസരം കൂടെ കൊടുക്കുന്ന പോലെയല്ലേ, ആ അവസരം അങ്ങനെ വന്നാൽ തന്നെ, അല്ലെങ്കിൽ അങ്ങനെ മരണപ്പെട്ടാൽ തന്നെ അത് ആശ്രിത നിയമനത്തിലേക്കാണ് പോകുന്നത്. അതും ആർക്ക് കിട്ടില്ല? PSC ഉദ്യോഗാർത്ഥികൾക്ക് അവിടെയും നഷ്ടം എന്നുള്ളതാണ്. എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് പെൻഷൻ പ്രായം ഉയർത്തുന്നത് ഇരുട്ടടി തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇപ്പോൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ലല്ലോ, ശുപാർശയല്ലേ പോയിട്ടുള്ളൂ. ഒരു ദുരന്തം വന്നിട്ട് പിന്നീട് പശ്ചാത്തപിക്കുന്നതിനേക്കാൾ നല്ലതാണ് ആ ദുരന്തം വരാതെ നോക്കുക എന്നുള്ളത്. അപ്പോൾ ഉദ്യോഗാർത്ഥികളുടെ ശബ്ദം എല്ലായിടങ്ങളിലും എത്തണം. അങ്ങനെ പെൻഷൻ പ്രായം ഉയർത്താനുള്ള ഒരു ഭാവമുണ്ടെങ്കിൽ അതിൽ നിന്നും പിന്മാറാൻ ഇത് സഹായിക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോയുമായിട്ട് വന്നത്. അപ്പോൾ പെൻഷൻ പ്രായം ഉയർത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഉദ്യോഗാർത്ഥികളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, നിങ്ങൾക്ക് ലിസ്റ്റിന് 1 വർഷം കാലാവധി നീട്ടിത്തരാം, അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ഒഴിവാക്കാം എന്നൊക്കെ പല മരുന്നുമായിട്ട് വരും. പക്ഷേ അതിലൊന്നും ഞങ്ങൾ തൃപ്തരല്ല. പെൻഷൻ പ്രായം ഉയർത്താതെ കൃത്യമായി വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തുകൊണ്ട് ലിസ്റ്റിൽ അവകാശപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് ജോലി കൊടുക്കുക എന്ന് മാത്രമാണ് സർക്കാരിനോട് പറയാനുള്ളത്. ഇതൊരു റിക്വസ്റ്റാണ്. ഞങ്ങളെ വീണ്ടും ടെൻഷനിലേക്ക് തള്ളിയിട്ടുകൊണ്ട് പെൻഷൻ പ്രായം ഉയർത്തി എന്നൊരു ഓർഡർ ഇറക്കരുതേ എന്നുള്ള ഉദ്യോഗാർത്ഥികളുടെ ഒരു അഭ്യർത്ഥനയാണിത്. ഈ അഭ്യർത്ഥന സർക്കാർ കേൾക്കണം എന്നുള്ള റിക്വസ്റ്റോടുകൂടെ വീണ്ടും കാണാം. താങ്ക് യു.